الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ಜೀವನದ ಎಲ್ಲ ಭಾಗದಲ್ಲೂ ಅಲ್ಲಾಹುವೇ ಸೂಕ್ಷಿಸಿಟ್ಟು ಜೀವನಾಕೊನಚಂತು ಸ್ವಂತ ನಫ್ಸರೆ ಮರಕಾಂಟ ಓರೋತಟಿಗೆ ಉಪದೇಶ ಹಾಕಿಂಟುಲ್ಲ ವಸೀಯತ್ ಹಾಕಿಂಟುಲ್ಲ ಜೀವನದ ಎಲ್ಲ ಘಟ್ಟದಲ್ಲೂ ಅಲ್ಲಾಹುವೇ ನಿಯಮ ನಿರ್ದೇಶನത്തെ പാലനാക്കി ജീവനാക്കണേ യഥാർത്ഥ മുത്തഖ്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ഈ ഇഹലോക ജീവന, അതായത് ഈ ഭൗതികമായ ജീവിതത്തിൽ ആറൈത്തിക്രോರು നല്ല അമലെടുക്കു പരീക്ഷിക്കുകയായിട്ട് അള്ളാഹു ഈ ദുനിയാവുടെ ജീവിതം നമുക്ക് തന്ന് അനുഗ്രഹിച്ചത്. ഊടിൽ നിന്ന് ഞങ്ങൾ മരണപ്പെട്ടു പോണുകൊണ്ട് ആ മരണത്തിന് മുന്നലായിട്ട് ആരൊക്കെ ഈ ദുനിയാവുടെ ജീവിതത്തിൽ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നവരോ അഹ്സനായിട്ട് പ്രവർത്തിക്കുന്നവരോ അങ്ക് നാളെ പരലോകത്തിൽ സന്തോഷത്തെ സുവാർത്തര വിഷയം കൊണ്ട് ചൊല്ലൈത്തിക്ക് വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാൻ തന്നെ. അള്ളാഹു സൂറത്ത് മുൽക്കിലും ഞങ്ങൾക്ക് പഠിപ്പാൻ തൻ്റെ വിഷയത്തിക്ക് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അള്ളാഹു നിങ്ങൾക്ക് മരണത്തെയും ഹയാത്തിനും അള്ളാഹു പടച്ചു തന്നതാണ്. അതായത് ഞങ്ങളിപ്പോൾ ഹയാത്തിലുള്ള അതേപോലെ ഇന്ന് ഞങ്ങൾ മരണപ്പെടുകയും, അപ്പം ഈ ഹയാത്തിനും മരണത്തെ നടുലുള്ള ജീവിതമായി തിക്കറി ഭൗതിക ജീവനം എന്ത് കേട്ടിക്കൽ അള്ളാഹു ഈ ജീവൻ തന്നെ നൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക ഒരിക്കലും അല്ല. ನನ್ನ ಮನಸ್ಸೆಂದ್ರೆ ಬೇರಿಕಿದೆ അതുപോലെ ജീവിക്കുക
ഒരിക്കലും അല്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ കൂട്ടത്തിൽ ആറൈത്തിക്കൊരു അഹ്സനായിട്ട് അമൽ എടുக்கிறாங்க, ആറൈത്തിക്കൊരു നല്ല രൂപത്തിൽ പ്രവർത്തിக்கிறாங்க ചൊന്തു പരീക്ഷിക്കുകയായിട്ട് അള്ളാഹു നിങ്ങൾക്ക് ഈ ദുനിയാവുടെ ജീവിതം തന്നത്. അപ്പം ഈ ദുനിയാവുടെ ജീവിതം ഒരിക്കലും ഞങ്ങൾ വ്യർത്ഥമാക്കുകയില്ലതല്ല, ബദലായിട്ട് അള്ളാഹുടെ നിയമനിർദ്ദേശത്തെ പാലിച്ചിട്ട് നല്ല രൂപത്തിൽ ഇബാദത്തുകളെ അമൽ സ്വാലിയാത്തുകളെ എടുക്കുകയില്ല ഒരു അവസരമായിത്തിക്കര് ഈ ദുനിയാവുടെ ജീവിതം. ഓടിൽ പിന്നെ മരിച്ചു പോയാൽ പിന്നെ ഇതുക്കുള്ള അവകാശം അള്ളാഹു തണ്ടില്ല. ഇതുക്കുള്ള പ്രതിഫലമായിത്തിക്കര് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു ഞങ്ങൾക്ക് തണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുള്ളത്, ഞങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് 5 വക്ത് നിസ്കരിക്கிறாங்க, റമളാൻ തിങ്കൾ നോമ്പ് അനുഷ്ഠിக்கிறாங்க, അതേപോലെ ഹജ്ജും ഉംറയും ആക്കുறாங்க, അതേപോലെ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുക്കുക. ഇതൊക്കെ എന്ത് കേട്ടുള്ള പ്രശ്നക്ക് ഉത്തരമായിട്ടിക്കര് പരലോക ജീവിതത്തിൽ ഞാൻ എത്തുമ്പോൾ, നാളെ അള്ളാഹുടെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ നന്റെ ഇബാദത്ത് അള്ളാഹു സ്വീകരിച്ചിട്ട് നക്ക് സ്വർഗ ചൊല്ലി ജീവിതം അള്ളാഹു നക്ക് തരണം. സുഖസമ്പൂർണമായ സ്വർഗത്തിക്ക് എത്തുകയെത്തിക്കര് ഞങ്ങളെല്ലാവരും അമലു സ്വാലിയാത്തും ഇബാദത്തും ഞങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടക്കരുത്. അപ്പം ഈ ഇബാദത്ത് അമലു സ്വാലിയാത്ത് നാളെ ഞങ്ങൾക്ക് ഉപകരിക്കാനുണ്ടായെങ്കിൽ, അള്ളാഹിൻ്റെ പക്കൽ അത് സ്വീകാര്യ യോഗ്യമാവുണ്ടായെങ്കിൽ ഞങ്ങളെ റബ്ബ് അതിൽ കബൂലാക്കും, അള്ളാഹു സ്വീകരിക്കും. ഞങ്ങളെ നിസ്കാര, ഞങ്ങളെ നോമ്പു, എന്തൊക്കെ ഇബാദത്തുകൾ ഉണ്ടാ അതൊക്കെ ഞങ്ങൾ എടുക്കുക. ശരി, എന്നെങ്കിലും ആ ഇബാദത്ത് അമൽ സ്വാലിയാത്ത് നാളെ ഞങ്ങൾക്ക് പരലോക ജീവിതത്തിൽ ഉപകാരത്ത് പറഞ്ഞുണ്ടായെങ്കിൽ ഞങ്ങളെ റബ്ബ് അത് കബൂലാക്കിയിട്ട് വേണം, സ്വീകരിച്ചിട്ട് വേണം. ഒരു സമയം ഞങ്ങളുടെ ഇബാദത്ത് അമൽ സ്വാലിയാത്ത് ഞങ്ങളെ റബ്ബ് സ്വീകരിച്ചില്ല ഉണ്ടായെങ്കിൽ വലിയ ഒരു നഷ്ടത്തിലെത്തിക്കുന്ന നാളെ ഞങ്ങൾ പരലോകത്തിൽ കടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖാശിയത്ത് അല്ലാഹു സുബ്ഹാനഹു പഠിപ്പാറ്റേണ്ടത് ഉജൂഹു യൗമൈദിൻ ഖാശിഅ, നാളെ ആഖിറത്തിൽ അള്ളാഹുടെ കോർട്ടിലു ഉജൂഹു ചില മുഖങ്ങ യൗമൈദിൻ ഖാശിഅ ഭയത്തിലേക്ക് അള്ളാഹുടെ ആ കോർട്ടിലു നല്ല പേടിലും ഭയത്തിലും ചില മുഖം കണ്ട് കാണോക്കിട്ട് ആറിട്ടിக்கிறங்க ആമിലത്തുൻ നാസിബ, അങ്ങനെ നല്ല അധ്വാനിച്ചങ്ങായിട്ടിக்கிறோം, നല്ല അമല് സ്വാലിയാത്ത് എങ്ങനത്തെങ്ങായിട്ടിக்கிறோം, നല്ല നിസ്കാരം നോമ്പ് എല്ലാം എടുത്തങ്ങായിട്ടിக்கிறோം. എന്നെങ്കിലും അങ്ങനത്തെ അമല് സ്വാലിയാത്തെ കൊണ്ട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സ്വർഗത്തുകല്ല കടത്തര്, ബദലായിട്ട് അല്ലാഹു ചൊല്ലി തസ്ലാ നാറൻ ഹാമിയ, അങ്ങ് നരകത്ത് കയറ്റിട്ട് കടന്നു പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു ചൊല്ലി തസ്ലാ നാറൻ ഹാമിയ, ചില മുഖങ്ങ ഭയത്തിലായിട്ടിരിക്കുന്ന അള്ളാഹുടെ കോർത്തുള്ളൂ. അങ്ങ് ആര് ചൊന്നിട്ടെങ്കിൽ എല്ലാ ഇബാദത്തും സൽക്കർമ്മം അനുഷ്ഠിച്ചങ്ങ, എല്ലാ അമല് സ്വാലിയത്തി എടുത്തങ്ങ, അതങ്ങനെ മുഖത്തിൽ കാണ്ട് ആ ഒരു അധ്വാന കാണ്ട് നല്ല തഹജ്ജുദും അങ്ങനത്തെ എല്ലാം ഇബാദത്ത് എടുത്തങ്ങ. എന്നെങ്കിലും ആ ഇബാദത്ത് എടുത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സ്വർഗത്തുകല്ല കടത്തര് തസ്ലാ നാറൻ ഹാമിയ, അങ്ങനെ നരകത്ത് കയറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കടത്തര്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ നരകത്ത് പോകുന്ന കാരണം അതേറ്റിക്കത് ഞങ്ങൾ ഒരു നിസ്കരിക്കറ അല്ലേ, ആ നിസ്കാര ചിലപ്പോൾ നിസ്കരിച്ചില്ല പിന്നെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക ഞങ്ങൾ മറക്കട, അള്ളാഹുവേ ഈ ഇബാദത്ത് നന്നിൽ നിന്ന് കബൂലാക്കണം റബ്ബേ അല്ലേ. റമളാൻ തിങ്കൾ നോമനുഷ്ഠിക്കറ, അവസാനത്തെ 10 മണി രാവിലെ ഹയാത്താക്കറ, എത്ര ഞങ്ങൾ ദുആ എടുക്കറ, അള്ളാഹുവേ നന്നിൽ നിന്ന് ഇത് കബൂലാക്കുമെന്ന് ചൊല്ലുന്നു. നോക്കൊരു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാബാലെ പടുത്തുയർത്തുക അള്ളാഹു കൽപ്പന കൊടുത്ത. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാബാലത്തെ പണിയുടെ തുടങ്ങുമ്പോൾ ആ കാബാലത്തെ പണി പൂർത്തിയാവുന്ന സന്ദർഭത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചോളൂ, റബ്ബനാ തഖബ്ബൽ മിന്ന, അള്ളാഹു ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കുന്നു. എന്താ അള്ളാഹു സ്വീകരിക്കില്ല ഞങ്ങളിൽ നിന്ന് കെട്ടൊക്കെ ചെന്നൊരു അള്ളാഹു കാബാലത്തെ പണിയാക്കിയാറ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. തീർച്ചയായിട്ടും അള്ളാഹു അമലിന്റെ സ്വീകരിക്കുക. എന്നിട്ടും അങ്ങ് പ്രാർത്ഥിച്ചോളൂ, റബ്ബനാ തഖബ്ബൽ മിന്ന, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കുന്നു ചൊല്ലുന്നു. അതൊരു മുഅ്മിനിക്ക് വേണമായിട്ടിരിക്കുന്നത്, ഒരു സത്യവിശ്വാസിക്ക് വേണം. എന്ത് ഇബാദത്ത് എടുക്കുമ്പോൾ അള്ളാഹുവേ നന്നിൽ നിന്ന് നീ ഇത് സ്വീകരിക്കുന്നു ചൊല്ലുന്നില്ല. കാരണം എടുത്തതൊക്കെ അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ തസ്ലാ നാറൻ ഹാമിയ, അങ്ങനെ നരകത്ത് കടന്നു പോകുന്നത്. അപ്പം
ഇബാദത്തെത്തിട്ടും അനുഷ്ഠിച്ചിട്ടും നരകത്ത് കടന്നുകൊണ്ട് ചില വിഭാഗങ്ങളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പാട്ടുണ്ട്. അങ്ങനെ അമൽ സ്വാലിഹത്ത് അള്ളാഹു സ്വീകരിക്കില്ല. അങ്ങനെ എത്ര അമലെടുത്തെങ്കിലും അള്ളാഹു അങ്ങനെ അമലിൻ്റെ കബൂലാക്കില്ല. അതിൽ ചില വിഭാഗത്തെ ഇന്നത്തെ ഖുതുബത്തിൽ ഞാൻ ചൊല്ല ഉദ്ദേശിക്കുന്ന സഹോദരന്മാരെ, ഒന്നാമത്തേത് വിഭാഗം ആറ് ചൊന്നിട്ടെങ്കിൽ സത്യനിഷേധത്തിൽ അല്ലെങ്കിൽ കുഫുറിൽ ജീവിച്ച ആൾമാർ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി അള്ളാഹുടെ റസൂലിൻ്റെ നിഷേധാക്കിയിട്ട് ജീവിച്ച ആൾമാരുള്ളൂ. ഉദാഹരണം ചൊല്ലിട്ടെങ്കിൽ അള്ളാഹുടെ നിഷേധാക്കിട്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ചെമ്മ ആൾമാരെ കാണുകിട്ട് എത്തിഷ്ടുമാർ ചൊല്ലുന്നു, അല്ലെങ്കിൽ നിരീശ്വരവാദിങ്ങ ഈ ദുനിയാവിടെ ആകാശത്തെ ഞങ്ങളൊത്ത് പഠിച്ചവണില്ല ചൊല്ലിട്ട് ജീവിക്കുന്ന ആൾമാരുള്ളൂ. അങ്ങനെയൊക്കെ നല്ല സ്വറാക്കണോ, പാവത്തെനിക്ക് ചോറ് കൊടുക്കോറു, നല്ല ഹോസ്പിറ്റൽ കെട്ടി കൊടുക്കോറു, ദുനിയാവുപരമായ മനുഷ്യമാട്ടിക്ക് കിർഫുല്ലെ എല്ലാ സ്വറങ്ങ് ആക്കോറും. അതേപോലെ അങ്ങനെ റസൂലിന്റെ മേൽ വിശ്വാസം വയ്ക്കാത്ത ആൾമാർ, അങ്ങനെയൊക്കെ കുഫുറിൽ ജീവിച്ച ആൾമാർ, ഇങ്ങനെ എന്തു നല്ല പ്രവർത്തനം ദുനിയാവിലാക്കിയെങ്കിലും ശാന്ത അള്ളാന്റെ പക്കല് ഇങ്ങനെ ഈ അമല് സ്വീകരിക്കൽപ്പെടില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പാട്ടുണ്ട്, വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ. കുഫുറിൽ ജീവിച്ച ആൾമാർ അല്ലെങ്കിൽ അള്ളാഹു റസൂൽ പഠിപ്പാത്തന്നെ ഒരു കാര്യത്തെ നിഷേധാക്കിയിട്ട് ജീവിച്ച ആൾമാർ, അങ്ങനെ അമൽ ഏതുപോലെ ചെന്നെങ്കിൽ അള്ളാഹു ഒരു ഉദാഹരണം തണ്ട, കസറാബിൻ ബിഖീഅത്തിൻ, മരുഭൂമിയിലുള്ള ഒരു മരീച്ചിക്ക് തന്നി പോലെ. നിങ്ങൾക്കൊന്നുണ്ടോ മരുഭൂമിയില് തെല്ലു ദൂരത്ത് നല്ല വെയിലുള്ള സമയത്ത് നോക്കിയാൽ കാണോക്കിട്ട് ഒരു തന്നി ഉള്ള പോലെ കാണോക്കിട്ട്, അത് ഞങ്ങളെ ഒരു തെരുളും ഒരു റോഡിലും നല്ല വെയിലുള്ള സമയത്ത് നിന്നെങ്കിൽ കുറേ ദൂരത്ത് ഞങ്ങൾ കാണോക്കിട്ട് ഒരു തെല്ല് തന്നി കാണുന്ന പോലെ എന്നെങ്കിൽ അള്ള ചൊല്ലെ താകായവണു അത് തന്നി ചൊന്ത് മുട്ട പോയിട്ട് കുടിക്കുമ്പോൾ അവിടെ തന്നി കാണാൻ പറ്റില്ല. കസറാബിൻ ബിഖീഅത്തിൻ ചൊല്ല് ഐക്ക്, അതായത് ഒരു മരീച്ചിക്ക പോലത്തെ ഉള്ള ഒരു തന്നി, മരുഭൂമിയിലുള്ള ഒരു മരീച്ചിക്ക പോലത്തെ തന്നി ആയിട്ടിക്കര് ഈ കുഫുറാക്കിയ ആൾമാരെ അമല സ്വാലിഹത്ത് വിശുദ്ധ ഖുർആൻ. അതിനർത്ഥ നാളെ അള്ളാഹുടെ കോർട്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ അമലെല്ലാം കാണൽപ്പെട്ട അവിടെ എന്നെങ്കിലും അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാണ്ട് അള്ളാഹു സുബ്ഹാനഹു ചൊല്ലി, ഒരു പ്രയോജനം എനിക്ക് കിട്ടില്ല. അങ്ങനെ അമലിന്റെ അള്ളാഹു ബാത്തിലാക്കിയല്ല, കാരണം അങ്ങ് അവിശ്വാസത്തിലും കുഫുറിലും ജീവിച്ച ആൾമാർ. അതുകൊണ്ട് അള്ളാഹു അങ്ങനെ ഇബാദത്തുകളെ അമൽ സ്വാലിഹത്തുകളെ സ്വീകരിക്കില്ല. ഇത് ഒന്നാമത്തെ വിഭാഗം എത്തിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം അള്ളാഹുടെ മേലും റസൂലിന്റെ മേലും ഈമാനുണ്ട് എന്നെങ്കിലും ആ അള്ളാഹുടെ മേലുള്ള ഈമാനില് ശിർക്കൻ വിശ്വാസ കൊണ്ടുവന്ന ആൾമാർ, അള്ളാഹു പാർട്ട്ണർമാർ ഉണ്ടാക്കിയ ആൾമാർ, അള്ളാഹുക്ക് സമന്മാർ ഉണ്ടാക്കിയ ആൾമാർ അല്ലേ. തൗഹീദിൽ 3 ഭാഗമുണ്ട്. തൗഹീദ് അർ-റുബൂബിയ പടച്ചതില്, തൗഹീദ് അൽ-ഉലൂഹിയ അല്ലേ പടച്ച റബ്ബിനെ ആരാധിക്കുന്നതില്, തൗഹീദ് അൽ-അസ്മാ വസിഫാത്ത് അള്ളാഹുക്ക് പേരുണ്ട്, ആ പേരിലുള്ള ഗുണലക്ഷണം അള്ളാഹു മാത്രമുള്ളത്. ഈ 3 ഭാഗത്തിൽ എവിടെയെങ്കിലും ഒരു കടുക് മണിരത്ര ശിർക്കൻ വിശ്വാസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു ചൊല്ലേ അങ്ങനെ അമലിന്റെ അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് തൗഹീദ് എത്രമാത്രം പ്രധാനപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നു. ഏത് കാലഘട്ടത്തിലും ഒരിക്കലും ഞങ്ങൾക്കത് വെടിഞ്ഞു പോണു തീരാ തൗഹീദ് ചൊല്ലത്. എത്ര കേട്ടെത്ര കേൾക്കണം, പഠിച്ചെത്ര പഠിക്കണം. കാരണം എന്ത് ചൊല്ലിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ തൗഹീദില് ഈമാനില് അവൻ ബൈക്കുന്ന വിശ്വാസത്തില് കടുക് മണിരത്ര യാറ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു അമലും സ്വീകരിക്കില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 84, 85, 86 ആയത്ത്, ഈ 3 ആയത്ത് ഞങ്ങൾ എടുത്തു നോക്കണം. ഈ 3 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 17 നബിമാരുടെ പേര് ഞങ്ങൾക്ക് ചൊല്ലാം. എത്ര? 17 നബിമാർ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലാം. വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ലു വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل واليسع ويونس ولوطا كلا فضلنا على العالمين. 17 നബിമാരുടെ പേര് അല്ലാഹു சொன்னார். സൂറത്ത് അൻആമിലു 84, 85, 86 ആയത്തിൽ 17 നബിമാരുടെ പേര് ഇങ്ങ സജ്ജനമാരായിട്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു ചൊന്നു. ഇങ്ങ അള്ളാന്റെ പക്കൽ നല്ല ശ്രേഷ്ഠതയുള്ള ആൾമാരുണ്ട് അല്ലാഹു ചൊന്ന. അത് ചൊന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതിന് കീഴിൽ ഒരു വിഷയം പഠിപ്പറ്റണ്ട, വലൗ അശ്റഖു. ഈ മേൽ ചൊന്ന 17 നബിമാർ
നക്ക് ശരീക്കാക്കിണ്ടായെങ്കിൽ, അതായത് നന്റെ ആരാധനയിൽ നന്ന ഇബാദത്തില് നക്ക് പാർട്ട്ണർമാരെ ഉണ്ടാക്കിണ്ടായെങ്കിൽ അങ്ങ് എടുത്തതെല്ലാം വ്യർത്ഥമായിട്ട് പോയിട്ട് ബാത്തിലായിട്ട് പോയിട്ട് ഖുർആൻ ആര് വിഷയം ചൊല്ലേ? ഞങ്ങളെ പോലത്തെ സാധാരണ ആൾമാരുടെ വിഷയത്തല്ല, അള്ളാഹുടെ വഹി കിട്ട നബിമാരുടെ വിഷയത്തിൽ അള്ളാഹു ചൊല്ലേ. കാരണം അതിനർത്ഥം അങ്ങ് ശിർക്കാക്കിറങ്ങല്ല, ശിർക്കിടെ ഗൗരവം അള്ളാഹു പഠിപ്പാടുത്തേണ്ടത്. അത് നിസ്സാരമായി കാണുകയില്ലതല്ല. ഒരു മുവഹിദിಗೆ അവന്റെ മരണത്തോളം അവന്റെ ജീവിതത്തിൽ പിടിച്ചു നടക്കാനായ ഒരു വിഷയത്തിക്ക് തൗഹീദ് ചൊല്ലേത്. കാരണം ഒരു മനുഷ്യൻ ഉദാഹരണക്ക് 50 വർഷയിൽ കൃത്യമായി ആയുസ് കൊടുത്ത അല്ലാഹു കൃത്യമായിട്ട് 50 വർഷയിൽ നിസ്കരിച്ചിട്ട് ഒരു വക്ത് വിടാണ്ട് എല്ലാ ഇബാദത്തും കൃത്യമാക്കിയിട്ട് ഒരു ബെടുക്ക് തറയില്ല ജീവിതത്തിലില്ല. എന്തെങ്കിലും അയാളുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ കഷ്ടപ്പാട് വരുമ്പോ അള്ളാഹു അല്ലാത്ത ആൾമാരെ സമീപിക്കുന്നുണ്ടായെങ്കിൽ, അള്ളാഹു അല്ലാത്ത ആൾമാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായെങ്കിൽ ആ 50 വർഷം എടുത്ത് ആ തന്റെ ആയുസ് കൊണ്ട് എടുത്ത എല്ലാ ഇബാദത്ത് അത് ബാത്തിലായിട്ട് പോകണ്ടു ഈ ശിർക്ക് കൊണ്ട്. ഒരു കാലി എടുക്കുമ്പോ ഞങ്ങളെ ബായിൽ ചെമ്മത്തെ ആൾമാരെ ബായിൽ വേണ്ടേ യാ മയ്യദ് മയ്യദ് ചേക്കറി വിളിക്കരുത്. ആരെത്തിക്ക് ഞങ്ങളെ കാലെടുക്കുമ്പോൾ എൻ്റെ നോക്കിയോണ്ടില്ലവും എൻ്റെ മനസ്സിൽ പ്രയാസത്തെ അറിഞ്ഞോണ്ടില്ലവൻ ആറ്? എൻ്റെ റബ്ബല്ലേ അല്ലേ സഹോദരന്മാർ? അള്ളാഹു അല്ലാത്ത ആൾമാരുടെ പേര് ബായിൽ പണ്ട് അല്ലേ? മങ്ങിലായിട്ട് വിവാഹമായിട്ട് മക്കെന്നില്ല ഉണ്ടായെങ്കിൽ അള്ളാഹു അല്ലാത്ത ആൾമാരെ സമീപിக்கிறங்க, അങ്ങോട്ട് പോയിട്ട് ഇസ്തിഗാസ ആക്കുறாங்க, സഹായ കേൾക്കുறாங்க, ഞങ്ങൾക്ക് മക്കളെ തരണം. എന്നെ നബിമാർ അങ്ങ് മക്കളില്ലാത്ത സന്ദർഭത്തിൽ അല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വയസ്സര കാലത്തോളം എത്തിയിട്ടും മക്ക കിട്ടാണ്ടാകുമ്പോ റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ കഴിഞ്ഞു പോയ ഒരു നബിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചില്ല. ബദലായിട്ട് റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ, അല്ലാഹുവേ നക്ക് സ്വാലിഹായി സന്താനം തരണം. സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ ദുആത്തിൽ അല്ലാഹു പഠിപ്പാട്ടുണ്ട്, അല്ലാഹുവേ നന്റെ തലയുടെ മുടിയെല്ലാം പളുത്തു പോയിട്ട് ചൊന്നെങ്കിൽ ബെൽപ്പായിട്ട് വയസ്സായിട്ട് നന്റെ പെഞ്ഞ ഇന്ന് പെരുവലല്ല ഒരു ഉത്തരാധികാരൻ നീ നക്ക് തരണം. കൊടുത്തില്ല അല്ലാഹു സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും സാമർത്ഥ്യമുള്ളവനായിട്ടിരിക്കുക. അതുകൊണ്ട് ശിർക്കിന്റെ വിഷയത്തെ ഭാരി ഗൗരവം. ഇത് അല്ലാഹു ചൊല്ലേ പോണേല് നബിമാരെ പേരെടുത്ത് ചൊല്ലേ വലവ് അശ്റഖു, അങ്ങ് എന്തായെങ്കിലും നക്ക് ശരീക്കുമാരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അങ്ക് മാത്രമല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേത് വലഖദ് ഊഹിയ ഇലൈക വ ഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക, നബിയേ നിങ്ങൾക്കും നിങ്ങളെ കണ്ടിട്ട് മുന്നോത്തെ നബിമാർക്ക് ഞങ്ങൾ വഹി കൊടുത്തറ. എന്തായിട്ടിരിക്കുന്ന ആ വഹിയിൽ പ്രധാനപ്പെട്ടത് ലഇൻ അശ്റക്ത, നിങ്ങൾ എന്തായെങ്കിലും നക്ക് സമന്മാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആറ്റ് ചൊല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തായെങ്കിലും നക്ക് ശിർക്കാക്കിയിട്ടുണ്ടെങ്കിൽ ലഇൻ ലയഹ്ബതന്ന അമലുക, നിങ്ങൾ അമലിനെ ഞങ്ങൾ ബാത്തിലാക്കി വിടുക. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നബിയേ നിങ്ങൾ നഷ്ടക്കാര കൂട്ടത്തിൽ പെട്ടുപോണ്ടവർ ആറ്റ് ചൊല്ലിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ശിർക്കാക്കിടാല അല്ല, അതിന് ഗൗരവമുള്ള പഠിപ്പാറ്റേണ്ടത്. എത്ര ഗൗരവമുള്ള വിഷയ. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ഘട്ടത്തിൽ എന്ത് പ്രയാസം പറഞ്ഞിട്ടായിരുന്നു ഇതൊക്കെ എൻ്റെ റബ്ബ് തന്നെ ചൊന്തോ ആ റബ്ബുടെ മേൽ തവക്കുലാക്കിയിട്ട് അള്ളാഹുടെ മേൽ മാത്രമേ ഞങ്ങൾ ബരമേൽപ്പിക്കും. അല്ലാണ്ട് അള്ളാഹു അല്ലാത്ത ഒരു പഠിപ്പും ഞങ്ങളെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നിനും ദൂരാക്കി തരണം സാധ്യമല്ല. അത് ഇസ്ലാം വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പഠിപ്പാത്തുണ്ട്. അപ്പം രണ്ടാമത്തെ വിഭാഗ അമലെടുത്തിട്ടും നാളെ നരകത്ത് കൊണ്ട് രണ്ടാമത്തെ വിഭാഗത്തേക്ക് ഇത്തരത്തിലുള്ള ശിർക്ക് കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയ ആൾമാർ. അതുകൊണ്ട് മുവഹിദീൻക്ക് അങ്ങനെ റായത്തിൽ വലിയ ജവാബ്ദാരി ആയിട്ടിക്കര് മനസ്സിലായി തൗഹീദരെ ശിർക്ക് കൊണ്ട് നടന്നുകൊണ്ടില്ല എത്രമാ പാവപ്പെട്ട മുസ്ലിമീങ്ങളുള്ളവർ ഞങ്ങളെ റായത്തിൽ അങ്ക് ഗൊಂತಿಲ್ಲ അങ്ങ് ഇത് നല്ലത് ചൊന്തೈತಿക്കര് ആക്കിക്കൊണ്ടില്ലത് അങ്ക് ഈ വിഷയത്തിൽ പ്രബോധന ആക്കൊണ്ടങ്ങ ചൊന്നു കൊടുക്കണം. കാരണം അങ്ങ് നിസ്കരിക്കും നോമ്പെടുക്കുന്ന എല്ലാം ആക്കണോರು എന്നെಂಟಾಂಗೆ അങ്ങനെ ജീവിതത്തിൽ കഷ്ടപ്പാട് പ്രയാസം വരുമ്പോൾ അള്ളാഹു അല്ലാത്ത ആൾമാരങ്ങ് സമീപിക്കുന്നവർ എത്ര വലിയ അപകടമായിത്തിക്കരുത് സഹോദരന്മാരെ, എത്ര വലിയ അപകടമായിത്തിക്കരുത്. ವಾಸ್ತವത്തിൽ ನಂಗೆ ಗೊತ್ತಿಲ್ಲ ನಂಗೆ ಹಾಕಿದ್ದು ಸರಿ ಚೊಂತ ಐತಿಕ್ಕರೆ ಹಂಗೆ ಕೊಂಡು ನಡ್ಕರೆ ಅದು ಉತ್ತರವಾದಿತ್ವ ನಂಗಂಟಿಗೊಂಡು ಜವಾಬ್ದಾರಿ ಉಂಟು ನಂಗೆ ಬೆಲ್ಲೆದು ಅಥವಾ ಸೋಬಿಲ್ ಹಕ್ ಕುರಾನ್ ಚೊಂದಲೆ ಹಕ್ മനസ്സിലായത് ചൊന്നു കൊടുക്കൊണ്ട ഖുർആൻ ചൊല്ലി റബ്ബ് സുബ്ഹാനഹു തആല. അപ്പോൾ രണ്ടാമത്തെ വിഭാഗ. മൂന്നാമത്തെ വിഭാഗ ഇബാദത്ത് എത്തിട്ടും അമൽ സ്വാലിഹത്ത് എത്തിട്ടും നരകത്ത് പോണ്ട മൂന്നാമത്തെ വിഭാഗം എത്തിക്കര് മുനാഫിക്കിങ്ങ. മുനാഫിക്കിങ്ങ ചൊല്ലുകൊണ്ടുണ്ട് അങ്ങനെ കൽബുലൊന്നു നാവുലൊന്നു എത്തിക്കര്. അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ. വിശുദ്ധ ഖുർആനില്
നരകത്തെ അടിത്തട്ടില് ആരെങ്കിലും ശിക്ഷ അനുഭവിക്കലുണ്ടെങ്കിൽ അത് ഈ മുനാഫിക്കിനെ ചൊല്ലുന്ന വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിക്കുന്നില്ലേ, ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ. നിശ്ചയമായിട്ടും നരകത്തെ അവസാനത്തെ തട്ടിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു വിഭാഗമായിട്ട് മുനാഫിക്കിങ്ങ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിൽ അള്ളാന്റെ റസൂലിനും മനസ്സുകൊണ്ട് നൊമ്പലാക്കി ആൾമാറായിട്ടിരിക്കുക. തടി കൊണ്ടല്ല, തടിക്കല്ല, മനസ്സുకు നൊമ്പലാക്കി ആൾമാറായിട്ടിരിക്കുന്നത് ഈ മുനാഫിക്ക്. കാരണം ഇങ്ങ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇന്ന ആൾമാർ, അള്ളാന്റെ റസൂൽ മുട്ട ഇന്ന ആൾമാർ, അള്ളാന്റെ റസൂൽ ക്ലാസ്സിൽ തയ്ക്കുന്നവർ എല്ലാം ആക്കുന്നവർ. എന്നിട്ട് ഇങ്ങ യാറെ കൂടിയിട്ടില്ലാട്ടിക്ക ശത്രുങ്ങൾട്ടിക്ക. നബിയുടെ ക്ലാസ്സിൽ കഴിഞ്ഞു പോയാൽ പിന്നെ ശത്രുങ്ങൾട്ട് പോയിട്ട് നബിയുടെ തമാസാക്കുന്ന ആൾമാർ, ഇങ്ങ ജണ്ടു മൂത്തും നല്ല ആൾമാർ, എന്നിട്ടായെങ്കിൽ പരസ്പരം പിടിപ്പാട്ടിട്ട ആൾമാർ. ഈ മുനാഫിക്കിങ്ങ കുടുംബത്തിൽ ഒരാളിന്നമായി ആ കുടുംബം ജണ്ടാവും. ഒരു റായത്തിൽ ചമ്മ വേണ്ട, ഒറ്റ ഒരു മുനാഫിക്കിന്നമായി ആവും, ആ റായം ജണ്ടായി പോകും. അത്ര ഡേഞ്ചറായ ആൾമാറിട്ട്. അതുകൊണ്ട് ഖുർആൻ ചൊല്ലേ നരകത്തെ അടീ തട്ടിൽ ഈ ആൾമാർ ഈ കൗമ ശിക്ഷ അനുഭവിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെഞ്ഞായ ആയിഷ റളിയല്ലാഹു അൻഹ ഞങ്ങളുടെ ഉമ്മ, ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാര ആരോപിട്ട് ആൾമാർ ഇട്ടിക്കുന്നത് ഈ മുനാഫിക്കിങ്ങ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് മനപ്രയാസം അനുഭവിച്ചു കുറെ നാൾ. പിന്നെ അള്ളാഹു വഹി അറിയിക്കുക, ഇല്ല നബിയെ നിങ്ങൾ പെഞ്ഞായി വ്യഭിചരിച്ചിട്ടില്ല, അത് മുനാഫിക്കിങ് ആക്കിയ കുതന്ത്ര. അള്ളാഹു ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പടിപാടി കൊടുത്ത, ഇത് ഇന്ന ആൾ മുനാഫിക്ക് ചൊത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പടിപാടി കൊടുത്ത ഇന്ന ആൾ മുനാഫിക്ക്. കാരണം അള്ളാന്റെ റസൂൽ ಗೊತ್ತಿಲ್ಲ, അള്ളാന്റെ റസൂൽ ആരും മനസ്സറിയോ സാധ്യമില്ലല്ലേ. കാരണം നിങ്ങൾ നബിയുടെ ഒട്ടിക ഉള്ളേ, നിങ്ങൾ നബിട്ട് ചൊന്നറല്ലേ ഞങ്ങൾ യുദ്ധത്തിൽ പണ്ട നബിയെ നിങ്ങൾ കൂടെ. എന്നിട്ട് യുദ്ധത്തിൽ കടന്നു പോകുമ്പോൾ പല കാരണ ചൊല്ല് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോണ്ട ആൾമാർ ജീമത്തെ പേടിച്ചിട്ട്. സഹാബത്ത് അങ്ങനല്ല, അങ്ങനെ ജീമ കൊടുത്തോರು. ഈ മുനാഫിക്കിങ്ങാനല്ല, യുദ്ധത്തെ ആ സാഹചര്യം കാണുമ്പോൾ ജീമത്തെ പേടിച്ചു ഓടി ആൾമാറിയിട്ട് ഈ മുനാഫിക്കിങ്ങ. ഇങ്ങ മുസ്ലിം ഉമ്മത്തിലുള്ളവരും മുസ്ലിമീങ്ങൾ നടുവിലുള്ളവരും കിയാമന്നാത്തോലുള്ളവരും ഇങ്ങ മുസ്ലിമീങ്ങൾ അങ്ങ് മുസ്ലിമീങ് ആയിട്ട് ചൊല്ലിട്ട് നട്ടനാക്കുന്ന ആൾമാർ, മുസ്ലിമീങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് ആക്കുന്ന ചൊല്ലിട്ട് ആൾമാർ വാസ്തവത്തില് ഇങ്ങ ആരെ കൂടെ ഉള്ളേ? ഇസ്ലാമിന്റെ ശത്രുങ്ങളെ കൂടെ ഇട്ടിക്കിറിങ്ങ ഉള്ളത്. ഇസ്ലാമിന്റെ ശത്രുങ്ങളെ കൂടെ ഇട്ടിക്കുള്ളത് ഭാരി അപകടം പിടിച്ച ആൾമാർ. ഓർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായിട്ടുള്ളേ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു സ്വഹാബി. നബി എന്ത് രഹസ്യ വിഷയത്തെ ആ സ്വഹാബത്തിക്ക് ചൊല്ലും. ആ സ്വഹാബത്തെ നബി ചൊന്നರು ഇന്നിന്ന ആൾ മുനാഫിക്ക് ചൊല്ലുത്തു. കുറെ മുനാഫിക്കിങ്ങനെ ലീസ്റ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹുദൈഫത്തുൽ യമാൻട്ടിക്ക് ചൊന്നു. അവർക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫായ സന്ദർഭത്തിൽ ഹുദൈഫത്തുൽ യമാന്റെ കണ്ടുമുട്ടിത്ത് ഹുദൈഫത്തുൽ യമാൻട്ടിಗೆ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടു, ഹുദൈഫ അന്റെ റസൂല ചൊന്ന ആ മുനാഫിക്കിന്റെ ലിസ്റ്റിൽ നാനുല്ലേ ചൊന്തൈತಿ, നന്റെ പേരെന്താ ഇങ്ങുണ്ടാ? ആർ ഉമർ റളിയല്ലാഹു അൻഹു. ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തെ ആൾ ചൊന്ന നബിയുടെ തിരുനാവിലെ സ്വർഗത്ത് സുവാർത്തിക്കിട്ട സ്വഹാബിയത്തിക്കര് രണ്ടാമത്തെ ഖലീഫ എത്തിക്കറയില്. ആ ഖലീഫ പേടിയെത്തിക്കറങ്ക് ഭയം എത്തിക്കറങ്ക് ആ ലിസ്റ്റിൽ നന്റെ പേര് ഉണ്ടാ ചൊന്ത എത്തിക്കര് ഉമർ റളിയല്ലാഹു അൻഹു കേട്ട് ഹുദൈഫത്തുൽ യമാൻ ഭാരി സൂക്ഷിക്കണം. കാരണം ഈ മുനാഫിക്കിങ്ങ നിസ്കരിക്കോ ബണ്ടರು കാമോ കുസാലെ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ ഉദാസിനെ പിടിച്ച ആൾമാരായിട്ട് ಬಂದು നിസ്കരിക്കുന്നവർ. കാരണം ഇങ്ങ എന്ത് കിട്ടത്തുള്ള ഈ ആക്ടിങ് ആക്കി ഞങ്ങൾ നിങ്ങളെ കൂടെ ഉള്ള ചൊന്തു. അതല്ല അല്ലാഹു ചൊല്ലു വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. മനുഷ്യന്മാരിൽ ചില ആൾമാരുള്ളവർ അങ്ങ് ചൊല്ലോರು ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ മേലും പരലോകത്തെ മേലും വിശ്വാസം ഉണ്ടെന്ന് ചൊല്ലോರು. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ വിളിച്ച് ചൊല്ലേ വമാ ഹും ബിമുഅ്മിനീൻ, അങ്ങ് മുഅ്മിനീൻ അല്ല നബിയേ. എന്ത് അങ്ങ് മുഅ്മിനീൻ അല്ല? അങ്ങ് ചൊല്ലോ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ മേൽ റസൂലിന്റെ മേൽ പരലോകത്തെ മേൽ വിശ്വാസം ഉണ്ട് ചൊല്ലോ. എന്നിട്ട് അല്ലാഹു ചൊല്ലി അങ്ങ് മുഅ്മിനീൻ അല്ല. കാരണം അങ്ങനെ കൽബുല വിശ്വാസം ഇല്ല. അതുകൊണ്ട് അങ്ങനെ വിശ്വത്ത് അല്ലാഹു ചൊല്ലേ ഉലൈക ലം യുഅ്മിനു ഫഹബത അഅമാലുഹും, അങ്ങനെ അമലിന്റെ അല്ലാഹു സ്വീകരിക്കില്ല, ബാത്തിലാക്കി കഴിയില്ല. ആരത്? ഈ മുനാഫിക്കിങ്ങിൽ അമലിന്റെ അല്ലാഹു സ്വീകരിക്കില്ല ചൊന്ത എത്തിക്കര് വിശുദ്ധ ഖുർആൻ. അപ്പൊ 3 വിഭാഗം എത്തിക്കര് എന്ത് പ്രവർത്തിച്ചെങ്കിലും നാളെ പരലോകത്തിൽ നഷ്ടത്തിലെ അവിടെ ആൾമാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള വിഭാഗത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരും കാത്തു സലാമത്താക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുടെ നിയമത്തെ നിർദ്ദേശത്തെ അനുസരിച്ച് ജീവിക്കുന്ന ചൊന്തു
ಸ್ವಂತ ನಫ್ಸರೆ ಮರ್ಕಂಟೆ ಓರೋತ್ತರಿಗೆ ಉಪದೇಶ ಹಾಕಿಕೊಂಡಿಲ್ಲ, ವಸೀಯತ್ ಹಾಕಿಕೊಂಡಿಲ್ಲ. ಸಹೋದರಮಾರೆ, ನಂಗೆ മനസ്സിലാക്കിയ പറഞ്ഞ ವಿಷಯ, അമല് സ്വാലിയാത്തി എടുത്തിട്ടും നാല് അള്ളാൻ്റെ പക്കൽ നഷ്ടത്തിലവിടെ വിഭാഗങ്ങളെ വിഷയത്തിൽ എത്തിക്കരുത്. ഇന്ന് നാലാമത്തെ ഒരു വിഭാഗം എത്തിക്കരുത്, ആൾമാർ കാണുകനായിട്ട് ഇബാദത്തുങ്ങളെ അമല് സ്വാലിയാത്തുങ്ങളെ അനുഷ്ഠിക്കുന്ന ആൾമാർ. ഈ ഭാഗത്തിൽ നല്ലോണം ഞങ്ങൾ ശ്രദ്ധിക്കണം. കാരണം റിയാദ് ചൊല്ലത് കടന്നു പറഞ്ഞിട്ടെങ്കിൽ ഒരാളുടെ അമലും അള്ളാഹു സ്വീകരിക്കില്ല. അതായത് എന്ത് അമലെടുത്തെങ്കിൽ ഇത്തരത്തിലുള്ള ആൾമാർ അങ്ങ് ആൾമാർ കാണും, ആൾമാരെ സൽപ്പേർ കിട്ടണം, ആൾമാരെ കയ്യടി കിട്ടണം, പോസ്റ്ററിൽ അങ്ങനെ ഫോട്ടോ പറഞ്ഞു, ഇങ്ങനത്തെ ഉള്ള ആഗ്രഹിക്കുന്ന ആൾമാരെ വിഷയത്തിൽ ഖുർആൻ ചൊല്ലേ, മൻ കാന യുറീദുൽ ഹയാത്ത് ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ലാ യുബ്ഖസൂൻ. ഈ ലൗകിക ജീവനത്തെ അലങ്കാരത്തെ ഉപയോഗിച്ചിട്ട് ആരുടെ അമൽ സ്വാലിയത്തെ എടുക്കണോറാ അങ്ങനെ കർമ്മത്തുകളിലെ ഫലത്തെ ഞങ്ങൾ ഊടമയെ കൊടുത്തുപുട്ടറച്ചെന്ന് ഖുർആൻ. ഉദാഹരണക്ക് ഒരാൾ നിസ്കരിക്കും കിടന്നു പണ്ട്, അതിൽ നിസ്കരിക്കും, അതിൽ കൈ കെട്ടുമ്പോൾ അതിലെ മനസ്സിലുള്ള വിചാരം എന്ന് ചൊന്നിട്ടെങ്കിൽ ആൾമാറിനെ നല്ല ഒരു ആബിദിന് ചൊല്ലട്ട്, നല്ല ഇബാദത്ത് എടുക്കുന്ന മനുഷ്യൻ ചൊല്ലൊല്ലേ ഒരു വിചാരത്തിക്കുന്ന അതിലെ മനസ്സില്ലേ. കാരണം അതിൽ അള്ളാഹുടെ കിർസ വേണ്ട. അവിടെ ആര് കിർസയറ്റിക്കുന്ന അതിൽ ആഗ്രഹിച്ചേ, ആര് പേരയറ്റിക്കുന്ന ആഗ്രഹിച്ചേ മനുഷ്യന്മാരെ. ഒരാൾ ഒരു സ്വതക്ക് കൊടുക്കും, 10 ആൾ കാണണം, അതിലേക്ക് കണ്ടെങ്കിൽ മാത്രമേ അതിൽ കൊടുക്കരുത്, എന്നെങ്കിൽ ആ പേര് അയാൾക്ക് വേണു അല്ലേ. ഇങ്ങനത്തെ ഒക്കെ പേർക്ക് പേനായിട്ട് അമലെടുത്ത ആൾമാർ അല്ല ചൊല്ലേ അങ്ങ് അതുക്കുള്ള പ്രതിഫലത്തെ ഞങ്ങൾ ഊടമേ കൊടുത്തു വിട്രാ. എന്തിട്ട് അല്ലോ പ്രതിഫലം കൊടുക്കറേ, അവന് എന്ത് ആഗ്രഹിக்கிற അവൻ്റെ നീയത്ത് എന്തിരെ ആൾമാരെ പൊകലോണ, ആൾമാരുണ്ട് പൊകലോറും, നല്ല സ്വതക്ക് കൊടുക്കണം ചൊല്ലി പൊകലോണ, അതും പൊകലോറും. എന്നിട്ടെങ്കിൽ അള്ളാഹു ഒരു വിഷയം ചൊല്ലാ, ഉലായിക്കല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ. ഇത്തരത്തുള്ള ആൾമാർ മറ്റേ പിന്നെ പരലോകത്ത് പണ്ടറല്ലേ, ആഖിറത്ത് പണ്ടറല്ലേ, അവിടെ പന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ ഇല്ലന്നാർ, തീയല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ അങ്ങേർത്ത് എന്ത് അമലുണ്ടാ, അങ്ങ് എന്ത് പ്രവർത്തനം ഉണ്ടാ, അതൊക്കെ തീയല്ലാണ്ട് വേറെ ഒന്നുമില്ല. വഹബിത മാ സനഉ ഫീഹാ വബാതിലു മാ കാനൂ യഅമലൂൻ. അങ്ങാക്കിതെല്ലാം ബാത്തിലായിട്ട് പോയിട്ടുണ്ട് ഖുർആൻ. ഭാരി ജാഗ്രത ആക്കും. റിയാദ് ചൊല്ലത് ചെറിയ വിഷയമല്ല. ഷിർക്കുൽ അക്ബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഷിർക്ക് അല്ലാഹു അല്ലാഹ് ആൾമാർ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ചെറിയ ഷിർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾമാർ ജനമാന്യതയ്ക്ക് വേണമായിട്ട് അമലെടുക്കുന്ന ആൾമാർ അങ്ങ് അള്ളാഹുടെ ലിസ്റ്റിൽ പേര് വേണ്ട. ദുനിയാവുള്ള ആൾമാർ അങ്ങനെ മേൽ വയ്ക്കണം, അതേറ്റിക്ക് അങ്ങ് ആഗ്രഹിക്കരുത്. ഒരിക്കലും ഇത്തരത്തുള്ള ഈ കാര്യം ഞങ്ങൾ മനസ്സ് പറഞ്ഞിട്ടില്ല. ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഉൻ വലാ ശുകൂറ. ഖുർആൻ ചൊന്നില്ലേ, ചില ആൾമാർ ഇബാദത്ത് എടുക്കുന്നവർ, സഹായിക്കുന്നവർ, എല്ലാം ആക്കുന്നവർ ലി വജ്ഹില്ല, അള്ളാന്റെ വജ്ഹ് ആഗ്രഹിച്ച് മാത്രമേ. ലാ നുരീദു മിൻകും ജസാഉൻ വലാ ശുകൂറ. ആൾമാരെ കയ്യടിയ, ആൾമാരെ ശുക്ര, അതൊന്നും അങ്ങ് ആഗ്രഹിക്കില്ല. ബദലായിട്ട് ഞാൻ എടുത്ത ഈ അമലക്ക്, ഞാൻ എടുത്ത ഈ പ്രവർത്തനക്ക് നന്റെ റബ്ബുൽ ലിസ്റ്റിൽ നന്റെ പേര് പറഞ്ഞു. അത്ര മാത്രമേ ആഗ്രഹിക്കുന്ന ആൾമാർ. ഇങ്ങനെ വിഷയം ഇങ്ങനെ എത്തിക്കുന്നവർ അല്ലേ. പള്ളിക്ക് സഹായമൊക്കെ ചൊല്ലുമ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഞാൻ ഇട്ട പൈസ എൻ്റെ കൽബുൽ ആ ഒരു നീയത്ത് വേണം, എൻ്റെ റബ്ബിന് കണക്ക് പ്രതിഫലം തരണം. അതല്ലാണ്ട് 10 ആൾ കാണുകയിട്ടില്ലതല്ലത്. അങ്ങനെ ആക്കിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ല ചൊല്ലേ അങ്ങനെ അമൽ ബാത്തിലായിട്ട് പോയിട്ടൊന്നായിട്ടിക്കറ്. 4ാമത്തെ വിഭാഗമായിട്ട് അള്ളാഹു സുബ്ഹാനഹു പഠിപ്പാത്തേണ്ടത്. 5ാമത്തെ വിഭാഗം അള്ളാഹുടെ ദൃഷ്ടാന്തത്തെ നിഷേധാക്കിയ ആൾമാർ എത്തിക്കുന്നു. അള്ളാഹുടെ ദൃഷ്ടാന്തത്തെ നിഷേധാക്കിയ ആൾമാർ വിശുദ്ധ ഖുർആൻ ചൊല്ലുന്നു, വല്ലദീന കദ്ദബു ബിആയാതിന. ഞങ്ങളെ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആൾമാർ, വലിഖാഇൽ ആഖിറതി പരലോകത്തെ നിഷേധാക്കിയ ആൾമാർ, ഹബിതത് അഅമാലുഹും അങ്ങനെ അമൽ അല്ലാഹു ബാത്തിലാക്കി കളയിടാ. എന്തായിട്ട് അള്ളാഹിന്റെ ദൃഷ്ടാന്തത്തെ നിഷേധാക്കിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് കണ്ണ് തന്ന, കേൾക്കുകൊല്ല കാത് തന്ന, ചിന്തിക്കുകൊല്ല മനസ്സിൽ അള്ളാഹു സുബ്ഹാൻ തന്ന അല്ലേ. ഇതൊക്കെ അള്ളാഹു ഞങ്ങൾക്ക് മനുഷ്യന്മാർക്ക് തന്നെ ഒരു അനുഗ്രഹിക്കരുത്. മനുഷ്യനല്ലാത്ത ജീവിക്ക് കണ്ണുണ്ടു, കാതുണ്ടു, ബുദ്ധിയുണ്ടു. എന്നെങ്കിൽ ആ ബുദ്ധി കൊണ്ട് അത് ചിന്തിക്കും, അതൊക്കെ ബുദ്ധിശക്തി അള്ളാഹു കൊടുത്തിട്ടില്ല. നോക്കി പഠിക്കുന്ന ശക്തി അത് കൊടുത്തില്ല. കേട്ട് പഠിക്കുന്ന ശക്തി അള്ളാഹു കൊടുത്തില്ല. മനുഷ്യൻ നോക്കി പഠിക്കണം, കേട്ട് പഠിക്കണം, മനസ്സുകൊണ്ട് ചിന്തിച്ച് പഠിക്കുന്ന ശക്തി അള്ളാഹു മനുഷ്യൻ കൊടുത്ത. അതുകൊണ്ട് ഈ ഭൂമി ലോകത്തിൽ അള്ളാഹുടെ വിഷയത്തിൽ പഠിക്കൂ. ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ഭൂമി ലോകത്തിൽ ധാരാളം ദൃഷ്ടാന്തം ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് പഠിക്കാണ്ട്, കേട്ടിട്ട് പഠിക്കാണ്ട്, ചിന്തിച്ചിട്ട് മനസ്സിലാക്കാണ്ട്, അതൊക്കെ നിഷേധാക്കി ജീവനാക്കുന്ന ആൾമാർ
അങ്ങനെ അമൽ അള്ളാഹു സ്വീകരിക്കില്ലാണ്ടായിരിക്കും വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാത്തന്നെ അല്ലേ. ഏറ്റവും വലിയ ഒരു നിദർശനം ഞങ്ങൾ മൂന്നോൾ ഫിറഔൻ ചൊല്ലുള്ള ಅಲೆ ಅನ ರಬ್ಬುಕುಮುಲ್ಲ ಅಲ್ಲ ನಾನೈತಿಕರ ರಬ್ಬು ಚೊಂಟು ಈಜಿಪ್ಟ್ ಭರಿಚೋ ಇನ್ನೆ ರಾಜ ಐತಿಕರ ಯಾರು ಜಂಡಾಮತೆ ರಾಮಸೆಸ್ ಅಂತ ಅರಿಯಲ್ಪಡ್ರೆ ಫರೋವ ಚಕ್ರವರ್ತಿ ಫಿರೌನ್ ಚೊಲ್ಲೋಂ ಅಲೆ ಅನ ರಬ್ಬುಕುಮುಲ್ಲ ಅಲ್ಲ ನಾನೈತಿಕರ ರಬ್ಬು ಈ ಈಜಿಪ್ಟ್ ನಂಡೆ ಕಂಟ್ರೋಲ್ ಐತಿಕ ಚೊಂತು ಹಂಗರಿಚೆ ಆ ಫಿರೌನ್ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ಚೊನ್ನಿಲ್ಲೆ ನಿಂಡೆ ನಾನು ಪಿಲ್ಕಾಲತೆ ಆಲ್ಮಾರ್ಗ ದೃಷ್ಟಾಂತമായിട്ട് ಬೇಕಿನ ಚೊಂತು ವಿಶುದ್ಧ ഖുർആൻ ಅಲ್ಲಾಹ್ പഠിപ്പാത്തಂತೆ ಇಂದು ಅವನ ಡೆಡ್ ಬಾಡಿ ಇಲ್ಲೇ ಸಹೋದರಮಾರೆ ഞങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ടില്ലേ നോക്കി പഠിക്കുക അല്ലാഹു അത് വെച്ചത് അഹങ്കരിച്ച അവന്റെ അവസ്ഥ എന്തായിട്ട് അവന്റെ പരിയാവാസാന എന്തായിച്ചു ಅಂತೂ അല്ലാഹു ഞങ്ങൾക്ക് അവനോട് പഠിപ്പാത്തണ്ട ധിക്കാരത്തോട് കൂടി ജീവിച്ച ആൾമാരെ അവസ്ഥ എന്തായാലും ചില നബിമാരെ കൗമുകളെ അല്ലാഹു ശിക്ഷകൊള്ളപ്പെട്ട ആ ഭൂമിയിൽ അല്ലാഹു ഇണ്ടുകും വെച്ചിറ എന്ത് നോക്കി പഠിക്കൂ എന്തിരായൊരു ചൊൽത്തങ്ങ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിനും സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനും ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അള്ളാഹു അങ്ക് ആ കൗമുകു നാനാ നം തുല്യ ശിക്ഷകൾ അള്ളാഹു കൊടുത്ത ആ റായ ഇണ്ടുകും ഞങ്ങൾ മുന്നോട്ടുണ്ടു എന്ത് ഒക്കെ നോക്കി പഠിക്കും അള്ളാഹുടെ ദൃഷ്ടാന്തങ്ങളെ ഇതൊക്കെ കണ്ടിട്ടും നോക്കിയിട്ടും പിടിച്ചിട്ടും ജീവിതത്തെ ശുദ്ധിയാക്കി എടുക്കാത്തങ്ങ ഇതിനെ നിഷേധാക്കിയിട്ട് ജീവനാക്കി ആൾമാർ അങ്ങനെ അമൽ അള്ളാഹു സ്വീകരിക്കില്ല. ആറാമത്തെ ഒരു വിഭാഗ അള്ളാഹു ഇഷ്ടപ്പെട്ടെതിരെ അനിഷ്ടപ്പെട്ടങ്ങ വിശുദ്ധ ഖുർആൻ ചൊല്ലുന്നു ദാലിക ബി അന്നഹും മുത്തബഉ മാ അസ്ഖതല്ലാഹ് അതായത് അള്ളാഹു അർസാക്കിനെ പോലത്തെ പല വിഷയത്തെ അങ്ങ് ഇഷ്ടപ്പെട്ടോറു. ഈ ഭൂമി ലോകത്തില് അള്ളാഹു എന്ത് ഇഷ്ടമുണ്ട് എന്ത് അള്ളാഹു ഇഷ്ടമില്ല ചൊന്തോ അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ അവന്റെ റസൂലിന്റെ സുന്നത്തിലൂടെ അള്ളാഹു നമുക്ക് കൃത്യമായിട്ട് പഠിപ്പാത്തന്ന. അപ്പൊ മുഅ്മിനായങ്ങ് എന്താക്കണു എന്താക്കണു അള്ളാഹുടെ ഇഷ്ടത്തെ മാത്രം അനുസരിച്ച് അങ്ങ് ജീവിക്കണു. എന്തെങ്കിലും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ബഹുഭൂരി ആൾമാർ അള്ളാഹു എന്ത് ഇഷ്ടമുണ്ടോ അതിന് ഇഷ്ടപ്പെടാൻട്ടെ അള്ളാഹു എന്ത് അസ്സ കാട്ട ആ വിഷയത്തെ അങ്ങ് ഇഷ്ടപ്പെട്ടോറു എന്ത് അള്ളാഹു ചൊല്ലി വകരിഹു റിളുവാനഹു അള്ളാഹുടെ ഇഷ്ടത്തെ അങ്ങ് അനിഷ്ടപ്പെട്ടോറു. ഇതിനെന്റെ റബ്ബുക്ക് ഇഷ്ട എന്തെങ്കിലും ആ ഇഷ്ടത്തെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആറ് മനുഷ്യന്മാർ ചമ്മത്താൾമാർ ഇഷ്ടപ്പെട്ടില്ല. ഒരു വിവാഹ ബന്ധെങ്കിൽ ആ വിവാഹം എങ്ങനാവണു ആ മങ്ങൽ ഏത് രൂപത്തിലാവണു അള്ളാഹു റസൂലിന്റെ നിർദ്ദേശം ഉണ്ടു എന്നെങ്കിൽ അത് ചെമ്മത്താൾമാർ ഇഷ്ടപ്പെടില്ല. അതിനപ്പുറത്ത് അള്ളാഹു ഇഷ്ടമില്ലാത്ത എന്ത് കാര്യമുണ്ടോ അതൊക്കെ വിവാഹത്തെ പേരിൽ കൊണ്ടു നടക്കണു. അത് ഈ ഭാഗത്തില് തൗഹീദ് സുന്നത്ത് അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഭാരി ജാഗ്രത ആക്കണം, സൂക്ഷിക്കണം. ഒന്നേതല്ലേ ನಾನು ವಿಶ್ವಾಸಿಸುವಂತ ಕಾರ್ಯಮಿಲ್ಲ ವಿಶ್ವಾಸಿಸುವಂತ ನಾನು ಎಪ್ಪ ಉറപ്പാവിടെ ചൊല്ലിട്ടെങ്കിൽ ನನ್ನ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ ആയിട്ട് കാണണം. ജീവിതത്തെ എല്ലാ ഘട്ടത്തിലും അത് തെളിയിച്ച് കാട്ടണം. ನಾನು ಅದೈತಿಕ್ಕಿರ ಅವನೈತಿಕ್ಕಿರ ಮುಕ್ಮಿನ್ ಅಲ್ಲ అంటే ನಾವು കൊണ്ട് ನಾನು മുക്മിനൈത്തിക്കിற ചൊല്ലിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു ചൊല്ലി അള്ളാഹുക്ക് ഇഷ്ടമുള്ള കാര്യത്തെ അനിഷ്ടപ്പെട്ട ആൾമാർ അള്ളാഹുക്ക് എന്ത് ഇഷ്ടമുണ്ടോ അതിന് ഇഷ്ടപ്പെടാത്ത ആൾമാർ ഇങ്ങനെ വിഷയത്ത് അള്ളാഹു സുബ്ഹാനഹു ചൊല്ലി ഫഅഹ്ബത അഅമാലുഹും അങ്ങനെ അമൽ അള്ളാഹു ബാത്തിലാക്കി കളിട. അപ്പൊ 6 വിഭാഗങ്ങൾ. ഒന്ന് കുഫറിൽ ജീവിച്ച ആൾമാർ, രണ്ടാമത്തേത് ശിർക്കൻ വിശ്വാസത്തിൽ ജീവിച്ച ആൾമാർ, മൂന്നാമത്തേത് നിഫാഖ് കൊണ്ട് നടന്ന ആൾമാർ മുനാഫിക്കിങ്ങ, നാലാമത്തേത് ആൾമാർ കാണുകയായിട്ട് ഇബാദത്ത് സമർപ്പിച്ചങ്ങ, അഞ്ചാമത്തേത് അള്ളാഹുടെ ദൃഷ്ടാന്തത്തെ നിഷേധാക്കിയ ആൾമാർ, ആറാമത്തേത് അള്ളാഹുടെ ഇഷ്ടത്തെ അനിഷ്ടപ്പെട്ടങ്ങ. ഇങ്ങായിട്ടിക്കറൊരു തസ്ലാ നാറൻ ഹാമിയ. 4 നരകത്തിൽ കടന്നുകൊണ്ട് വിഭാഗങ്ങൾ. അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ. ഈ വിഭാഗത്തിൽ ഞങ്ങൾ പെടുകുത്തിയറ ഭാരി ഗൗരവത്തിൽ ഈ വിഷയം ഞങ്ങൾ എടുക്കുന്നു സഹോദരന്മാർ. ഈ സന്ദർഭം ചൊന്നുണ്ടു അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള വിഭാഗത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും കാത്തു സലാമത്താക്കട്ടെ. അതേപോലെ സഹോദരൻ 2 വിഷയം ചൊല്ലുകൊണ്ട് ഒന്നാമത്തേത് ഞങ്ങളെ ലർന്ത ഖുർആൻ 16ാമത്തെ ഹന്തത്തെ ബുക്ക് ഞങ്ങൾ മുട്ടുന്നത് 2 സൂറത്തുണ്ട് സഹോദരന്മാരെ. സൂറത്ത് അശ്വറ പിന്നെ സൂറത്ത് അൻ-നംൽ വിശുദ്ധ ഖുർആന്റെ 26, 27ാമത്തെ സൂറത്ത്. അത് ബുക്ക് ഇംഗ്ലീഷിലും കന്നഡത്തിലും ഉണ്ട് സഹോദരന്മാരെ. ഓരോരോ ആയത്തിലെ അർത്ഥമുണ്ട്, ശബ്ദാർത്ഥമുണ്ട്, അതിലെ വ്യാഖ്യാനമുണ്ട്. വിശുദ്ധ ഖുർആനിൽ ചില ആയത്ത് ഇങ്ങനെ ഞങ്ങൾക്ക് ഓതുമ്പോൾ ഇത് എന്ത് കേട്ടിട്ട് ഇറങ്ങിനെ ചൊല്ലിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ട് കിട്ടില്ല. അപ്പം ഈ ബുക്കിലോ ആ സൂറത്തിൽ എന്തൊക്കെ ആയത്ത് പണ്ട അതിലെ വ്യാഖ്യാനമുണ്ട്. കാരണം ചില ആയത്തുങ്ങ അവതീർണമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചില കാരണങ്ങൾ ഉണ്ടാവും. അതിന് ചൊല്ലി സബബുൻ നുസൂൽ. ആ കാരണത്തെ ഞങ്ങൾ നോക്കുമ്പോൾ ಗೊತ್ತಾവും ഈ ആയത്ത് ഇന്ന വിഷയത്തെ കേട്ടിട്ട് അവതീർണായിട്ട് അത് വ്യക്തമായിട്ട് ആ ബുക്കിൽ മെൻഷൻ ആക്കി. അപ്പം ನಂಗೆ ಗೊತ್ತಾവും ഈ ആയത്ത് ഇന്ന വിഷയത്തെ കേട്ടിട്ട് ഇറങ്ങിരെ ഇന്ന വിഷയം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരണം തീരാ ചൊല്ലിട്ട് തഫ്സീറും ഹദീസും അടക്കമായിട്ട്
അതിൽ വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സുലാഭ വിധാനമായിട്ടിക്കർ ഒരു ഖുർആൻ പഠിക്കണല്ലേ സഹോദരന്മാരെ, നിർബന്ധമല്ലേ ഞങ്ങളെ മേലെ അത് പഠിക്കും. ഒരു മുസ്ലിമായ മനുഷ്യൻ പഠിക്കണല്ലേ. നാളെ ഞാൻ മരിക്കുന്ന സമയത്ത് അള്ളാൻ്റെ ഖുർആൻ്റെ ഓരോ ആയത്തും പഠിക്കാണ്ട് അതേപോലെ ജീവിക്കാണ്ട് ഞാൻ പോയിട്ടെങ്കിൽ അള്ളാൻ്റെ മുന്നിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, എത്ര വലിയ അപകടമായിട്ടേക്ക്. അതേ മുസ്ലിം ഉമ്മത്തിക്ക് ഈ രൂപത്തിലെ പ്രയാസ ബുദ്ധിമുട്ട് കാരണം ചൊന്നിട്ടെങ്കിൽ മുസ്ലിമീങ്ങൾ ഖുർആൻ്റെ തിരസ്കാരായിക്കരു ചൊന്നൂർ ഞങ്ങൾ ഖുർആൻ്റെ ആൾമാരുണ്ട്. അത് ചൊന്തുവായിട്ടില്ലല്ലേ, അത് ജീവിതത്തിൽ കാണണ്ടേ സഹോദരന്മാരെ. എത്ര ആയത്ത് ഞങ്ങൾക്ക് ഗൊന്തുണ്ട് വിശുദ്ധ ഖുർആൻ്റെ. ഞങ്ങളെ മനസ്സിട്ട് കേൾക്കണോ. ഞാൻ ഇത്ര വർഷ അള്ളാഹുടെ ഭൂമിയിൽ അള്ളാഹുടെ അനുഗ്രഹത്തെ നിയമത്തിൽ ആസ്വാദനാക്കിയിട്ടില്ലേ. ഈ സന്ദർഭത്തിൽ 50-60 വർഷമായിട്ട് ഞങ്ങൾ ചൊല്ല. എന്നിട്ട് ഈ 50-60 വർഷത്തിൽ അള്ളാഹുടെ 114 സൂറത്തിൽ എത്ര സൂറത്തിൽ ആയത്തുകൾ ഞങ്ങൾക്ക് ഗൊന്തുണ്ടോ, എത്ര അതിന് അർത്ഥം ഗൊന്തുണ്ടോ, എത്ര അതേപോലെ ഞാൻ ജീവിച്ചിട്ടില്ല. ഖുർആൻ എന്തിരെ ഞങ്ങൾ ജീവിതമായിട്ടിരിക്കുന്ന ഖുർആൻ ചൊല്ലത് എങ്ങനെ ജീവിക്കും ചൊല്ലത്ത് അള്ളാഹു അതിലൂടെ പഠിപ്പാത്തണ്ട, അവന്റെ റസൂലിലൂടെ അള്ളാഹു പഠിപ്പാത്തണ്ട. അപ്പൊ അത് ഞങ്ങൾ പഠിക്കുക ഞങ്ങൾ നിർബന്ധമല്ലേ. ഞങ്ങൾക്കൊരു ഗൊന്തില്ലാത്ത ഭാഷയിൽ ഒരു ലെറ്റർ വന്നിട്ടെങ്കിൽ ഞങ്ങൾ എന്താക്കറ ഗൊന്തിന് ഞങ്ങളുടെ പോയിട്ട് കേട്ടിട്ട് അത് ഓതിട്ട് ഞങ്ങൾ മനസ്സിലാക്കറ. എന്തെങ്കിലും വിശുദ്ധ ഖുർആൻ അത് ഗൊന്തില്ല ചൊത്ത് മുന്നേക്കുക അല്ല, ഗൊന്തിൻ്റെ കേട്ടിട്ട് പഠിക്കണം സഹോദരന്മാരെ. ഒരു 24 ಗಂಟೆನೆಂಗೆ ഒരു തെരിയ സമയമെങ്കും ഖുർആൻ പഠിക്കണം ഞങ്ങൾ കണ്ടെത്തും. ഞങ്ങൾ ബിസി ചൊന്തോ ഞങ്ങൾ പരലോകത്തെ മറന്നു പോകുന്നീര. അള്ളാഹു സുബ്ഹാനഹു വ തആല അതല്ലേ ചൊല്ലേ, നിങ്ങൾ അധ്വാനിക്കോ, നിങ്ങൾ കുടുംബത്തെ വേനായിട്ട് നല്ല രൂപത്തിൽ അധ്വാനിക്കോ. ഇല്ലെങ്കിൽ ആ അധ്വാനം ഒക്കെ പരലോകത്തെ മറന്നിട്ടാവുക. കാരണം പരലോക ചൊല്ലിയത് ഖാലിദീന ഫീഹാ അബദ, എപ്പോഴത്തേക്കും ശാശ്വതമായിട്ടുള്ളത്. ഇവിടെ ഒരു എൻഡുണ്ട്, അവസാനമുണ്ട്. മരിപ്പ് ചൊല്ലത് അത് എപ്പോൾ പണ്ട് ചൊല്ലുക സാധ്യമില്ല. ഞങ്ങളുടെ രാജ്യത്തിൽ മുന്നേ ഒരു ബാലക്കാര ജസ്റ്റ് ഒരു കൈബലി ചൊന്ന സമയത്ത് ടോയ്ലറ്റ് പോയിട്ട് ഒരു 1/2 ಗಂಟೆ ആയിട്ടില്ല മരണപ്പെട്ടു പോയിട്ട്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരണപ്പെട്ടു പോയിട്ട് സഹോദരന്മാരെ. ചെറിയൊരു ബാലക്കാര 2 മക്കളും ചെറിയ സഹോദരന്മാരെ. അതുകൊണ്ട് അത് എപ്പോൾ പണ്ട് ചൊല്ലുക സാധ്യമില്ല. അതുകൊണ്ട് ಅದಕ್ಕೆ മുന്നോളൂ അള്ളാഹു ഞങ്ങൾക്ക് പഠിപ്പാത്ത വിശുദ്ധ ഖുർആനിൽ ಎಂದ್ರೈತಿಕ್ಕರು ഞങ്ങൾക്ക് അതിൽ പഠിക്കുകയില്ലത്, ಎಂದ್ರೈತಿಗೆ ഞങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കില്ല ചൊന്ന് പഠിക്കുകയില്ല വ്യവസ്ഥ ആയിട്ടില്ല. എല്ലാവരും ഓരോരോ ബുക്ക് അതിൽ എടുത്തു പോകണം, ഓതണം, പഠിക്കണം. സുലഭ വിധാനം ആയിട്ടിക്കറ് അള്ളാഹു ಅದಕ್ಕೆ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ വിഷയം സഹോദരന്മാരെ, ഈ പള്ളിയുടെ പേരോട്ട് ഒരു ബിൽഡിംഗ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ಗೊತ್ತುಂಟು, നിങ്ങളെല്ലാവരും ഈ ರಾಯತ್ತಂಗೆ ಇಟ್ಟಿಕ್ಕರು ಎಂದ್ರೈತಿಕ್ಕರು ಆ ಬಿಲ್ಡಿಂಗ್ ಆಯ್ತು ಎಂದು ಇಟ್ಟಿಕ್ಕರು ಮದ್ರಸಕ್ಕೆ ಬೇನೆ ಇಟ್ಟಿಕ್ಕರು ದಾವತ್ರೆ ಬೆಲ್ಲ ഒരു മാർഗ ഇട്ടിക്കറ് മദ്രസ ചൊല്ലത് അല്ലേ. എപ്പോഴും ദാവത്തായിട്ടിക്കറ്. ചിലപ്പോൾ അവിടെ 100 മക്കൾക്ക് വരും, 200 മക്കൾക്ക് വരും. ആ 200 മക്കൾക്ക് അള്ളാഹുടെ ഖുർആന്റെ വിഷയത്തും നബിയുടെ സുന്നത്തിന്റെ വിഷയത്തും എപ്പോഴും ദാവത്തായിട്ടുണ്ട് അല്ലേ. ആ ബന്റെ മക്കളിൽ ചിലപ്പോൾ ശിർക്കൻ വിശ്വാസത്തെ ഔത്തിൽ നിന്ന് ബന്റെ ആൾമാരെ മക്ക ഇട്ടിക്കോ എന്നെങ്കിൽ ആ മക്ക ഈ ദാവത്തിലെ ഈ മദ്രസത്ത് പറഞ്ഞിട്ട് അള്ളാഹുടെ തൗഹീദും സുന്നത്തും മനസ്സിലാക്കിയിട്ടായെങ്കിൽ ഒരാള് നിന്റെ കൊണ്ട് ഹിദായത്തിലായിട്ടായെങ്കിൽ ചുവർന്ന ഒಂಟೆ കിട്ട കാണ്ട ഹൈറ് ചൊന്തൈറ്റിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന വിഷയത്തിക്കര് ആ ബിൽഡിംഗ് ആയിട്ടുണ്ട് മദ്രസത്തേക്ക്. അതൊക്കെ ഞങ്ങൾ സമ്പത്ത് എന്തുണ്ട് സഹോദരന്മാരെ, എത്ര തീര് അത്ര ഞങ്ങൾ സഹായിക്കണം. കാരണം എന്ത് ചൊല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഒരു പലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിൽ ഇന്ന നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു ആഥാറഹും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയമായിട്ടും ഞങ്ങൾ മരിച്ചങ്ങളെ ഹയാത്താക്കറ, ഞങ്ങൾ മരിച്ചങ്ങളെ ഹയാത്താക്കറ. അതായത് മരിച്ചങ്ങളെ പാടും അല്ലാഹു ഹയാത്താക്കറ. വനക്തുബു മാ ഖദ്ദമു ആഥാറഹും നിങ്ങൾ പ്രവർത്തിച്ചത് അല്ലാഹു എഴുതി വെക്കറ. ആഥാറഹും ಅದರ ആധാരം അല്ലാഹു എഴുതി വെക്കറ. അതിനർത്ഥ ഞാൻ ഈ മദ്രസത്ത് സഹായിച്ച, അല്ലാഹുടെ വജ് ആഗ്രഹിച്ചിട്ട് സഹായിച്ച, ഞാൻ മരിച്ചു പോയ ഈ മദ്രസ എത്രത്തോളം നിലനിൽക്കറ് അതിന് പ്രതിഫലം എല്ലാം എൻ്റെ കബർക്ക് വന്ന് കിട്ടുക യാതൊരു സംശയമില്ല. ആധാരവും അത് ആധാറായിട്ടിക്കറ് നല്ലത്. കാരണം അതിൽ ഈ വജിഹില്ല. നന്റെ എത്ര സാധ്യമുണ്ടോ, എത്ര ചെലവാക്യമോ അത്ര പ്രതിഫല നാം മരണപ്പെട്ടു പോയെങ്കും നന്റെ കബറ് കിട്ടോറോ ഇൻകം ആയിത്തിക്കറ് സഹോദരന്മാരെ. അതുകൊണ്ട് നിസ്സാരമായി തല്ലുകൾ ഇത് അള്ളാഹു ഞങ്ങൾക്ക് തന്നെ വലിയൊരു ഓഫർ ആയിത്തിക്കറ്. ആ മദ്രസ കട്ടട പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾക്ക് എത്ര സാധ്യമുണ്ടോ ലി വജിഹില്ല അള്ളാഹിന്റെ വജി ആഗ്രഹിച്ചിട്ട് പരലോകത്തെ ജീവിതത്തെ ഓർത്തിട്ടു നിങ്ങളെല്ലാവരും സഹായിക്കണോ. അള്ളാഹു ಅದಕ್ಕೆ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഞങ്ങളെ മക്കളെ സ്വാലിഹായി മക്കളാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹോസ്പിറ്റലിലും മൗത്തിലും മാരകമായ സീക്കുകൊണ്ട് കഷ്ടപ്പാട് നൊമ്പൽ അനുഭവിച്ചിട്ടില്ലേ എത്രമാ സഹോദര സഹോദരിമാരിലൂടെ ഷാഫിയായ റബ്ബു അവൻ്റെ കുദ്റത്ത് കൊണ്ട് എല്ലാവർക്കും പരിപൂർണമായ സിഫത്തെ ആരോഗ്യത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടു കൂടി ആഫിയത്തോടു കൂടി ജീവനക്കും
അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിക്ക് ഇസ്സത്ത് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഒരു കൂട്ടം നരകത്ത് ഒരു കൂട്ടം സ്വർഗത്ത് പോകുമ്പോൾ ആ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ട സൗഭാഗ്യത്തെ ആൾമാറായിട്ട് അള്ളാഹു ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അറിഞ്ഞിട്ടും അറിയാട്ടെ ഈ നേരത്തോളം കടന്നു വന്ന് എല്ലാ ചെറിയ വലിയ ദോഷത്തെ ഗഫാറായ ഗഫൂറുൽ വദൂദായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊന്ന് മരിക്കുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നിന്റെ ദീനിക്ക് വേണ്ടിയിട്ട് തടി കൊണ്ടും മുതൽ കൊണ്ടും ആരൊക്കെ പണിയെടുക്കണമല്ലോ അള്ളാഹുവേ അതൊക്കെ നീ സ്വാലിഹായ അമലായിട്ട് സ്വീകരിക്കണം അള്ളാഹുവേ. ഞങ്ങളുടെ എല്ലാ ഇബാദത്തിലും അള്ളാഹു നീ കബൂലാക്കണേ അള്ളാഹുവേ. പരലോകത്തിൽ രക്ഷപ്പെട്ടേ വിഭാഗത്തോടു കൂടി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അള്ളാഹുവേ. എല്ലാ നമ്മുടെ പ്രയാസത്തിൽ അള്ളാഹു ഞങ്ങൾ നീ കാത്തു സലാമത്താക്കണം അള്ളാഹുവേ. കട കൊണ്ട് ബുദ്ധിമുട്ട് പണ്ടങ്ങളുള്ളവർ അള്ളാഹുവേ ഇരത്തെ കടത്തെ മരിക്കരയ്ക്ക് മുന്നോട്ട് കൊടുത്ത് വീടുക അള്ളാഹു നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കണം അള്ളാഹുവേ. ഭയാനകമായി നരകത്തിൽ നിന്ന് ജഹന്നമിൽ നിന്ന് അള്ളാഹു ഞങ്ങൾ എല്ലാവരും കാത്തു സലാമത്താക്കണം അള്ളാഹുവേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാലിയൽ ഹാജാത്ത് اللهم أجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.